സഹമത്സരാർത്ഥികൾ ഞെട്ടിയെങ്കിലും സമചിത്തതയോടെയായിരുന്നു എവിക്ഷനിലുള്ള പ്രതികരണം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവുമധികം പ്രേക്ഷകരെ ഞെട്ടിച്ചത് എവിക്ഷന്റെ കാര്യത്തിൽ തന്നെയായിരിക്കും. മുൻ സീസണുകളിലൊക്കെ പ്രേക്ഷകരെ സർപ്രൈസ് ചെയ്യിക്കുന്ന എവിക്ഷനുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള നിരവധി എവിക്ഷനുകൾ നടന്ന മറ്റൊരു സീസൺ ഈ സീസൺ പോലെ ഉണ്ടാവില്ല. ഏറ്റവും ഒടുവിൽ നടന്ന എവിക്ഷനും അത്തരത്തിലുള്ളത് തന്നെയായിരുന്നു. മത്സരാർത്ഥികൾ ഇത്രയും ഞെട്ടിപ്പോയ മറ്റൊരു എവിക്ഷനും ഒരുപക്ഷെ ഈ സീസണിൽ ഉണ്ടാവില്ല. ടേണിംഗ് പോയിന്റിൽ ആ സർപ്രൈസ് എവിക്ഷൻ, ഞെട്ടലിൽ ബിഗ് ബോസ് ഹൗസ്, ആ സ്ട്രോങ് മത്സരാർത്ഥി പുറത്തേക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ വാരാന്ത്യത്തിൽ നടന്ന ഡബിൾ എവിക്ഷനിൽ ഒനീലിന് പിന്നാലെ ആ ശ്രദ്ധേയ മത്സരാർത്ഥിയും പുറത്തേക്ക് പോകുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തേക്ക്. ഈ വാരാന്ത്യത്തിലും ഡബിൾ എവിക്ഷൻ തന്നെയായിരുന്നു ബിഗ് ബോസ് കാത്തുവച്ചിരുന്നത്. ലക്ഷ്മി, സാബുമാൻ, ഒനീൽ, അനുമോൾ, ആദില, നൂറ, ജിസൈൽ, നെവിൻ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ്. ഈ ലിസ്റ്റിനെ രണ്ടായി വിഭജിച്ചാണ് ബിഗ് ബോസ് നടത്തിയ എവിക്ഷനുകൾ ഉണ്ടായത്. ലക്ഷ്മി, സാബുമാൻ, ഒനീൽ, അനുമോൾ എന്നിവരുടെ അന്തിമ വിധിയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇക്കൂട്ടത്തിൽ നിന്ന് ഒനീലാണ് ആദ്യം പുറത്തായത്. ശേഷം അവശേഷിച്ച ആദില, നൂറ, ജിസൈൽ, നെവിൻ എന്നിവരുടെ പ്രേക്ഷക വിധിയാണ് പ്രഖ്യാപിച്ചത്. നാടകീയമായിട്ടായിരുന്നു ബിഗ് ബോസിന്റെ പ്രഖ്യാപനം. ഇതിനായി 4 പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാനും ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് അറിയിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. ഇതുപ്രകാരം ആദില, നൂറ, ജിസൈൽ, നെവിൻ എന്നിവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയുണ്ടായി. അവിടെ ഇവർ ബ്ലൈൻഡ് ഫോൾഡുകൾ ധരിച്ച് നിൽക്കണം എന്നതായിരുന്നു ആദ്യ നിബന്ധന. 2 ബസറുകൾക്കിടെ ഇവരുടെ മുഖത്തേക്ക് പച്ചയും ചുവപ്പും ലൈറ്റുകൾ മിന്നിമായും. 2ാം ബസർ കേൾക്കുമ്പോൾ ആരുടെ മുഖത്തിന് നേരെയാണ് പച്ച വെളിച്ചമുണ്ടായത് അവർ സേവ്ഡ് ആവുമെന്നും ബിഗ് ബോസ് അറിയിച്ചു. ഇതുപ്രകാരം ആദ്യം നൂറയും രണ്ടാമത് നെവിനും സേവ്ഡായി. ആദിലയും ജിസയിലും അവശേഷിച്ചു. ഇരുവരോടും ഹൗസിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താരെന്ന് ചോദിക്കുകയാണ് ബിഗ് ബോസ് പിന്നാലെ ചെയ്തത്. ആദില അനുമോളുടെയും ജിസൈൽ ആര്യന്റെയും പേര് പറഞ്ഞു. ഇവരോടും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പ്രിയ സുഹൃത്തുക്കൾ പരസ്പരം അവസാനമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് അറിയിച്ചു. അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ സൂക്ഷിച്ചിരുന്ന ലെറ്ററിൽ എന്താണോ എഴുതാനുള്ളത് അത് എഴുതിയിട്ട് കവറിലിട്ട് മടക്കി കൊടുക്കാനും പറഞ്ഞു. അപ്പോഴേക്കും ആദിലയോടും ജിസൈലിനോടും വീണ്ടും ബ്ലൈൻഡ് ഫോൾഡുകൾ ധരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അനുമോളോടും ആര്യനോടും തിരികെ ഹൗസിനുള്ളിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. അവർ പോയതിനു പിന്നാലെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും ഇരുവരെയും 2 പേർ വന്ന് ബ്ലൈൻഡ് ഫോൾഡുകൾ മാറ്റാതെ തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നാലെ ബിഗ് ബോസിന്റെ പ്രഖ്യാപനവും വന്നു. പോയവരിൽ ഒരാൾ പുറത്തായെന്നും സേവ്ഡായ ആൾ പ്രധാന വാതിലിലൂടെ അകത്തെത്തുമെന്നുമായിരുന്നു അറിയിപ്പ്. ആര്യനും അനുമോളും പ്രധാന വാതിലിന് അടുത്തേക്ക് എത്താനും ബാക്കിയുള്ളവർ വരാന്തയിൽ നിന്നാൽ മതിയെന്നും ബിഗ് ബോസ് അറിയിച്ചു. ബിഗ് ബോസ് തീം സോങ് പിന്നാലെ പ്ലേ ചെയ്തു. വാതിൽ തുറന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദിലയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. ജിസൈൽ പുറത്തായതായി ഇതോടെ ഉറപ്പാവുകയും ചെയ്തു. പിന്നീട് ഹൗസിലേക്ക് മടങ്ങി വരാൻ ജിസൈലിന് സാധിച്ചില്ല. മോഹൻലാൽ നിൽക്കുന്ന വേദിയിൽ നിന്നുകൊണ്ടാണ് ജിസൈൽ ഹൗസിലെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞത്. ജിസൈൽ പുറത്തായത് വലിയ അവിശ്വസനീയമായതോടുകൂടെയാണ് സഹമത്സരാർത്ഥികളിൽ പലരും ഉൾക്കൊണ്ടത്. ആര്യൻ ഏറെ നേരം കരഞ്ഞപ്പോൾ മോഹൻലാലിനൊപ്പം വേദിയിലെത്തിയ ജിസൈലിനെ കണ്ട് ഷാനവാസും കണ്ണീരണിഞ്ഞു. ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് മോഹൻലാൽ ഇന്നത്തെ എപ്പിസോഡിൽ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് ജിസൈലിനെ പോലെ ഫൈനൽ 5-ൽ ഇടം പിടിച്ചേക്കുമെന്ന് പലരാലും കരുതപ്പെട്ട ഒരാൾ പുറത്തേക്ക് പോകുന്നത്.
വളരെ വിഷമകരമായ നിമിഷങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ നടന്നത്. ലക്ഷ്മിയും സാബുമാനുമൊക്കെ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ജിസേൽ പുറത്താകുന്നത് എന്ന് പ്രേക്ഷകർ അതിശയത്തോടു കൂടി ചോദിച്ചു പോവുകയാണ്. ടാസ്കുകൾ വരുമ്പോൾ അതിനോട് ജിസേൽ എടുക്കുന്ന എഫേർട്ട് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുമുണ്ട്. അവിടെ നിൽക്കുന്ന പല മത്സരാർത്ഥികൾക്കും ഇല്ലാത്ത കുറേയേറെ ക്വാളിറ്റീസ് ജിസേലിനുണ്ട്. ഏറ്റവും അവസാനത്തെ വീക്ക് വരെ ഹൗസിൽ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജിസേൽ എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. ടോപ്പ് 3യിൽ നിൽക്കേണ്ട ആളാണ് ജിസേൽ എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നതും. ജിസേൽ പുറത്തായി മോഹൻലാലിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിലും ജിസേൽ എയർപോർട്ടിൽ എത്തിയതായി സോഷ്യൽ മീഡിയയിൽ ആരും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിസേലിനെ മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകരിൽ എല്ലാവരും. എന്തുതന്നെയായാലും ബിഗ് ബോസ് സീസൺ 7 ആണിതെന്നും 7ന്റെ പണി കിട്ടുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച സീസണിൽ 7ന്റെ പണി ഞെട്ടിക്കുന്ന പണിയായിപ്പോയെന്ന് പ്രേക്ഷകരും പറയുന്നുമുണ്ട്. ഹൗസിനുള്ളിൽ ബാക്കിയുള്ളവരെ കാത്തിരിക്കുന്ന 7ന്റെ പണി കാണാനായി നമുക്കും കാത്തിരിക്കാം.